അത്ഭുതങ്ങളുടെ പറുദീസയാണ്. ഒരുപക്ഷെ ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളും ചേർത്തുവച്ചാൽ ഇവിടെയുള്ള കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ 7 അയലത്ത് പോലും വരില്ല എന്നതാണ് സത്യം. കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റോ ചേർത്ത് വെച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു വലിയ കരിങ്കല്ലിന്റെ മല അങ്ങനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുകയായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്ന് തുരന്ന് താഴേക്ക് വന്നുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ്. അവിടെയുള്ള ഒരു തൂണിന് മാത്രം ഉയരം 100 അടിയുണ്ട്. ചരിത്രകാരന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് എങ്ങനെ അതിനുള്ളിൽ നിന്നും ഇത്രയധികം കല്ല് തുരന്നു പുറത്തേക്ക് കൊണ്ടുപോയി എന്നത്. പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശം 40 ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകും എന്നാണ്. ആൾക്കാരെ വെച്ച് തുരന്നു മാറ്റിയാൽ ആയിരക്കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും. പക്ഷേ ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കേവലം 20 വർഷത്തിൽ താഴെയേ സമയമെടുത്തിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 5 ടൺ പാറയെങ്കിലും തുരന്നു മാറ്റണം. ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയ എല്ലാ മെഷീൻ കൊണ്ടുവന്നാലും മണിക്കൂറിൽ 1/2 ടണ്ണ് പോലും തുരക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവം. ഇതിനൊക്കെ പുറമെയാണ് ചുമരുകളിലും മറ്റും ഉള്ള കൊത്തുപണികൾ. ഇതുപോലൊന്ന് നിർമ്മിക്കാൻ പോയിട്ട് ഇതൊന്ന് തകർക്കാൻ പറഞ്ഞാൽ പറ്റുമോ? നോക്കുക, 1682 ഔറംഗസേബ് എന്ന മുഗൾ രാജാവ് ഇത് മുഴുവനും തകർത്തു കളയാൻ ഉത്തരവിട്ടു. 1000 ആൾക്കാർ 3 വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും കൊത്തുപണികൾക്ക് അല്പം തകരാറ് പറ്റി എന്നല്ലാതെ വേറെയൊന്നും സംഭവിച്ചില്ല. അവസാനം ഔറംഗസേബ് ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു. എല്ലോറയിലെ 34 ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമേ ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണുകയുള്ളൂ. മാത്രമല്ല, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അതിനു മുകളിൽ കൊത്തിവെച്ചിട്ടുള്ള 4 സിംഹരൂപങ്ങൾ എക്സ് രൂപത്തിലാണ് കാണുന്നത്. ഇതും എന്തിന് ഇങ്ങനെ വെച്ചു എന്നതും ദുരൂഹം തന്നെ. ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ഈ ക്ഷേത്രങ്ങൾ പണിതത് എന്നത് ഇന്നും ദുരൂഹമായ കാര്യമാണ്. ലോകത്തിൽ റോക്ക് കട്ടിംഗ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മലയെ തന്നെ മുകളിൽ നിന്ന് തുടങ്ങി തൂണുകളും ബാൽക്കണികളും അനേകം മുറികളുമൊക്കെയുള്ള ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറ മാത്രമാണ്. ചരിത്രകാരന്മാർക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഇന്നും പിടികൊടുക്കാതെ ദുരൂഹമായി അതിന്റെ നിർമ്മാണ രഹസ്യം നിലനിൽക്കുന്നു.